സംസ്ഥാനത്തിന് എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരച്ചിലോട് കരച്ചിലാണ് ചിലർ. പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ വന്നെത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു എയിംസിന് വേണ്ടിയിട്ട് ഇത്രയും നിലവിളിക്കുന്നവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒന്നും തന്നില്ല എന്നുള്ളതിൻ്റെ മുറവിളി മാത്രമാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം, കേന്ദ്ര സർക്കാർ കേരളത്തിനായിട്ട് ഒന്നും തന്നില്ല എന്ന്. പക്ഷേ ഇവിടെ കിട്ടിയതിനെ ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ESI ഹോസ്പിറ്റൽ, കൊല്ലത്ത് ഒരു ESI ആശുപത്രിയുണ്ട്. അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ 600 കോടിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു 50 സീറ്റ് ഉള്ള മെഡിക്കൽ കോളേജായിട്ട് ഉയർത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് അപേക്ഷ വെക്കേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. ആ സമയത്ത് സർക്കാർ അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ അവസരം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അപേക്ഷ നൽകേണ്ട അവസാന ദിവസം രാത്രി 8 മണി വരെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ആ ഫയൽ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്കാണോ കേരളത്തോട് സ്നേഹം? നമ്മൾ ആലോചിക്കേണ്ടതാണ്. ആരോടാണ് ഇവർക്ക് സ്നേഹമുണ്ടാവുക? കേരളത്തിലെ ജനങ്ങളോടാണോ? ഇവിടെ ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രം ഒന്നും തന്നില്ല, ഒന്നും വകയിരുത്തിയിട്ടില്ല എന്നാണ്. അതെങ്ങനെയാണ് ശരിയാകുന്നത്? അതായത് സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, ഇല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെ പറ്റി പറയുന്ന, ഓരോ സംസ്ഥാനത്തിനും എന്ത് കൊടുക്കണം എന്ന് പറയുന്ന ഒരു രേഖയല്ല ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് അല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ആകെ സാമ്പത്തികമായ ഭദ്രതയും അതിൻ്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള രേഖകളാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസ്ഥാനത്ത് ചിലർ കിടന്ന് മുറവിളി കൂട്ടുന്നത്, പ്രത്യേകിച്ച് ചില മാപ്രകൾ. ഈ മാപ്രകളുടെയൊക്കെ താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: തൃശ്ശൂരെ MP ആയിട്ടുള്ള സുരേഷ് ഗോപിയെ താറടിച്ച് കാണിക്കുക. സുരേഷ് ഗോപിക്ക് നേരെ വലിയ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവർ. നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ സുരേഷ് ഗോപിയെ ലക്ഷ്യം വെക്കുന്നതെന്ന്. സുരേഷ് ഗോപിയെ ലക്ഷ്യം വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് ഒരൊറ്റ MP ഉള്ളൂ, അത് സുരേഷ് ഗോപിയാണ്. ബാക്കി 19 എണ്ണവും ഈ പറയുന്ന പാർലമെന്റിൽ പോയി ബഹളം വെക്കാൻ വേണ്ടി മാത്രമുള്ള, ഇല്ലെങ്കിൽ ചെന്ന് അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് നാണം കെടാൻ, ബ്രിട്ടാസിനെ പോലെയൊക്കെ നാണം കെട്ട് സദാനന്ദൻ മാസ്റ്ററുടെ കയ്യിലിരിക്കുന്നത് വാങ്ങിക്കൊണ്ട് വരാനുള്ള ആൾക്കാർ മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ സുരേഷ് ഗോപി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അങ്ങോട്ട് സഹിക്കില്ല ഇവർക്ക്. ആ സഹനത്തിൻ്റെ കുറവാണ് അവർ നിരന്തരമായ ആക്രമണങ്ങളായിട്ട് നടത്തുന്നത്. സുരേഷ് ഗോപിക്ക് നേരെ എന്തെല്ലാം ആയുധം ഉയർത്തി. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ കൊണ്ട് പരാതി വരെ കൊടുപ്പിച്ചില്ലേ? എന്നിട്ട് എന്തു പറ്റി? ഒന്നും നടക്കാതെയായി, ഒന്നും ഏൽക്കാതെയായി സുരേഷ് ഗോപി വീണ്ടും വിജയിച്ച് കയറി വന്നു, കരുത്തനായി നിൽക്കുന്നു, ഇപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴും അതിനിടയ്ക്കും കുത്തിത്തിരികി പ്രശ്നങ്ങൾ കയറ്റിവിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി, അതും പാളിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. എന്നിട്ടോ ഇവിടെ എയിംസ് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ പരാതിയാണ്. എയിംസിന് വേണ്ടത് 200 ഏക്കർ ഭൂമിയാണ്. 200 ഏക്കർ ഭൂമിയുള്ള 5 സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കണം. അത് സ്ഥലം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ ഇന്നേ വരെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എയിംസിലേക്ക് 4 വരി പാത വേണം, രണ്ടാമത്തെ കണ്ടീഷനാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഇലക്ട്രിക് കണക്ഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ഇലക്ട്രിക് ലൈൻ വലിച്ചാൽ പോരാ, അതിന് മുടക്കമില്ലാതെ ഭൂഗർഭ സംവിധാനത്തിലൂടെയുള്ള ഇലക്ട്രിസിറ്റിയാണ് വേണ്ടത്, വൈദ്യുതി കണക്ഷനാണ് വേണ്ടത്. കാരണം എയിംസിൽ 24 മണിക്കൂറും 1 സെക്കൻഡ് പോലും മുടങ്ങാതെ കൃത്യമായി വൈദ്യുതി ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ട് വേണം എയിംസ് കിട്ടിയില്ല എന്ന് പറയാൻ. അതായത് ആകപ്പാടെ വസ്തു ഏറ്റെടുത്ത് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കിനാലൂര് 159 ഏക്കർ ഉണ്ട് എന്നാണ്. ഈ കിനാലൂര് 159 ഏക്കർ കൊണ്ട് ഈ എയിംസ് അനുവദിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തിയാകുന്നില്ലല്ലോ. 200 ഏക്കറുള്ള 5 സ്ഥലങ്ങൾ, അതിലൊന്നാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ പറയുന്ന എയിംസിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അവർ എത്ര വേണമെങ്കിലും കൊടുക്കാൻ റെഡിയാണ്. അവരെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുന്നത്. സ്റ്റാലിൻ അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി എടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കും. അവർ അതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കും. ഇവിടെ കേരളം ഈ പറയുന്ന അവസരങ്ങൾ ഒരുക്കുകയല്ല, അവസരങ്ങളെ തട്ടിക്കളയുകയാണ് എന്നുള്ളതാണ്. ESI ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജായി ഉയർത്തപ്പെട്ടിരുന്നുവെങ്കിൽ അത് 600 കോടി രൂപ മുഴുവനും കേന്ദ്ര ഫണ്ടാണെന്ന് ഓർക്കണം. ആ കേന്ദ്ര ഫണ്ട് കൊണ്ട് വലിയ നേട്ടമുണ്ടാകുമായിരുന്നു. ഇത് വീണ ജോർജിന് സഹിക്കില്ല. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുക ഒന്ന് നരേന്ദ്രമോദിക്കും, മറ്റൊന്ന് NK പ്രേമചന്ദ്രനുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഗുണം കിട്ടുന്ന ഒരു കാര്യം, ഇല്ലെങ്കിൽ അവർക്കല്ല ഗുണം കിട്ടുന്നത് ജനങ്ങൾക്കാണ്, ഇവർക്ക് പേര് കിട്ടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് വീണ ജോർജിനെ തീരെ സഹിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഒരു വലിയ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ പിടിവാശി മൂലം കേരളത്തിന് നഷ്ടമായി എന്നുള്ളതാണ്. കേരള സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധതയും
ഇതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. എയിംസ് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണല്ലോ ഈ പറയുന്ന ആരോഗ്യ വകുപ്പിനുള്ളത്. അപ്പോൾ സമാനമായ സൗകര്യങ്ങളോടെ ESI കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ആശ്രാമം ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനായിട്ടുള്ള എസൻഷ്യൽ സർട്ടിഫിക്കറ്റ് നൽകാത്തത് മനഃപൂർവ്വമാണെന്ന് ഈ പറയുന്ന സാഹചര്യങ്ങൾ, ഇവിടുത്തെ സംഭവവികാസങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 50 വിദ്യാർത്ഥികൾക്ക് അവിടെ മെഡിക്കൽ സീറ്റ് കിട്ടിയേനെ. അപ്പോൾ ഈ പറയുന്ന ആസാമ മെഡിക്കൽ കോളേജ് വീണ ജോർജ് അട്ടിമറിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും നേട്ടമുണ്ടായാൽ ആ നേട്ടത്തെ ഉയർത്തി കാണിക്കാൻ മറ്റുള്ളവർക്ക് മടിയൊന്നുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്ന ഒരു നേട്ടത്തെ, ആ നേട്ടം ഇല്ലാതാക്കി, അതായത് ജനങ്ങളിലേക്ക് എത്തുന്നതിനെ തടയാനായിട്ട് മോദിക്കോ ഈ സുരേഷ് ഗോപിക്കോ പ്രേമചന്ദ്രനോ മറ്റാർക്കെങ്കിലും ഒരു പേര് കിട്ടുമെന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി പരമാവധി ശ്രമം ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനെ കൂട്ടു നിൽക്കാനായിട്ട് ഇവിടുത്തെ മാപ്രകളുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ മാപ്രകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. എന്ത് നടന്നാലും അതിൻ്റെ വാസ്തവികത ഇവർ പറയാറില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എയിംസ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷനുകൾ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ പാലിച്ചില്ല എന്നുള്ളതാണ്. ഭൂമി ഏറ്റെടുത്തിട്ടില്ല, ഈ പറയുന്ന പോലെ വൈദ്യുതി കണക്ഷനുള്ള സൗകര്യം ചെയ്തിട്ടില്ല, 200 ഏക്കർ ഭൂമിയുടെ 5 സ്ഥലങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അത് ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല 4 വരി പാത ഉണ്ടായിരിക്കും. ഇപ്പോൾ സംസ്ഥാനത്ത് ഈ പറയുന്ന 6 വരി പാതയുടെ വികസനമൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പാത എന്ന് പറയുന്നത് 4 വരി പാത ഉണ്ടായിരിക്കണം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും അത്തരത്തിലൊരു വികസനം കൊണ്ടുവരാനായിട്ട് എന്തുകൊണ്ട് കഴിയുന്നില്ല, സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല, ഭൂമി ഏറ്റെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന എയിംസ് വരാത്തത് എന്നുള്ളത് വാസ്തവം. രണ്ടാമതൊരു കാര്യം, ESI മെഡിക്കൽ കോളേജ് സംസ്ഥാനത്തിന് കിട്ടിയത് സംസ്ഥാനത്തിൻ്റെ കൈവെള്ളയിൽ വന്ന് തട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും എന്നുള്ളത് രണ്ടാമത്തെ വസ്തുത. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ജനങ്ങൾ ഈ പറയുന്ന മാപ്രകൾ വളച്ചൊടിക്കുന്ന വാർത്തകളെ മനസ്സിലാക്കാൻ എന്നുള്ളത് കൂടിയുണ്ട്. ഏതായാലും ശരി തന്നെ, വലിയ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമന്ത്രിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത് എവിടെ എയിംസ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇതൊന്നും തന്നില്ല എന്ന് പറയാനുള്ള ശ്രമം മാത്രമാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് 14 ജില്ലകളാണുള്ളത്. 14 ജില്ലകളിലായിട്ട് 33 മെഡിക്കൽ കോളേജുകളുണ്ട്. കേരളത്തിൽ ഇത്രയധികം മെഡിക്കൽ കോളേജുകളുണ്ട് എന്നുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്, അത് ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഉള്ളതിനെ പരിപാലിച്ച് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാത്ത സർക്കാർ, നിരവധിയായിട്ടുള്ള മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടം ഇടിഞ്ഞ് വീട് ആൾക്കാർ മരിക്കുന്ന നാടാണിത് എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറയുന്ന എയിംസ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. സംസ്ഥാനത്തിന് ഗുണമുള്ള മറ്റനവധി കാര്യങ്ങൾ ഈ പറയുന്ന ബജറ്റിൽ ഉണ്ടായിരുന്നു, അതൊന്നും കാണാനുള്ള കണ്ണില്ല. അത് മാത്രവുമല്ല, ഈ പറയുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും എയിംസ് കേരളത്തിൽ നൽകുമെന്ന് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് കേരളത്തിന് ഉറപ്പായും ലഭിച്ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷനായിട്ടാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതിനായി ഇന്ത്യ ലൈവിൻ്റെ IND എന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് പ്രവേശിക്കും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് യഥാസമയം നമ്മളുടെ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.